ദക്ഷിണ ഡൽഹിയിലെ ദേവ്ലിയിൽ ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. മുൻ കമാൻഡോയും ഭാര്യയും മകളുമാണ് കൊല്ലപ്പെട്ടത്. മകൻ പ്രഭാത നടത്തത്തിന് പോയപ്പോഴാണ് കൊലപാതകം. അന്വേഷണം ആരംഭിച്ചതായും കൊലപാതക കാരണം വ്യക്തമല്ലെന്നും പോലീസ് പറഞ്ഞു. ദക്ഷിണ ഡൽഹിയിലെ നേബ്സറായിലാണ് രാജ്യതലസ്ഥാനത്തെ നടുക്കിയ കൂട്ടക്കൊലപാതകം. മുൻ കമാൻഡോ രാജേഷ്, ഭാര്യ കോമൾ, മകൾ കവിത എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെ 5:30 മകൻ അർജുൻ പ്രഭാത നടത്തം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് മാതാപിതാക്കളെയും സഹോദരിയെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ പോലീസിനെ വിവരമറിയിച്ചു. लड़का भी अच्छा, लड़की भी अच्छी, बाप भी अच्छा, माँ भी अच्छी, ना कोई लड़ाई, ना कोई झगड़ा, ना कोई प्रॉब्लम, बढ़िया आदमी. പോലീസ് എത്തി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി എയിംസിലേക്ക് മാറ്റി. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. സമീപത്തെ വീടുകളിൽ CCTV ക്യാമറകൾ ഇല്ലാത്തത് പോലീസിന് വെല്ലുവിളിയാണ്. उसकी मम्मी ने सोचा थोड़ी देर बाद ही उन्होंने दरवाजा खड़खड़ाया हो, किसी ने वो दरवाजा उन्होंने खोला और खोला तो कोई वो और थे जो मर्डर करने वाले थे, वो अंदर घुस गए, उन्होंने ऐसा काम किया. फिर മോഷണശ്രമം നടന്നതിന് തെളിവുകളൊന്നും കണ്ടെത്തിയില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ കൊലപാതകിയെക്കുറിച്ചും കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ചും വ്യക്തത വരൂ എന്ന് പോലീസ് അറിയിച്ചു. പുലർച്ചെ നടന്ന ഈ കൂട്ടക്കൊലപാതകം രാജ്യ തലസ്ഥാനത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കൊല്ലപ്പെട്ടത് ഒരു മുൻ കമാൻഡോയും കുടുംബവുമാണ് എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഡൽഹിയിലെ ദേവ്ലി ഗ്രാമത്തിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. പോലീസ് ഏരിയയിൽ കൂടുതൽ റിപ്പോർട്ടുകളുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം.